പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാസങ്ങളായി ഗുരുതരമായ കുടിവെള്ള പ്രശ്നങ്ങളിൽ പൊറുതിമുട്ടുകയാണ് ആലപ്പുഴ ആറാട്ടുപുഴയിലെ തീരദേശവാസികൾ. ആറാട്ടുപുഴയിൽ 2 വാർഡുകൾ ചേരുന്ന തറയിൽ കടവ് എന്ന പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ കഴിഞ്ഞ 7 മാസമായി പൈപ്പിലൂടെ ലഭിക്കുന്ന ദുർഗന്ധമൊമിക്കുന്ന ചെളിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. റോഡ് ഉപരോധിച്ചിട്ടും ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടും ഒരു പരിഹാരവുമില്ലെന്നാണ് നാട്ടുകാർ നമ്മോട് വിളിച്ചു പറയുന്നത്. തറയിൽ കടവുകാർക്ക് പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് കായംകുളം കായലുമാണ്. ചുറ്റിലും വെള്ളമെങ്കിലും ഇന്നാട്ടുകാർക്ക് മാസങ്ങളായി ശുദ്ധജലം ലഭിച്ചിട്ട്. വേനൽ കടുത്തതോടെ സ്ഥിതി രൂക്ഷമായി. നേരത്തെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് കായലിൽ നിന്ന് വെള്ളം കോരി ഉപയോഗിക്കാമായിരുന്നു. വേനൽ കടുത്തതോടെ കായൽ വെള്ളവും മലിനമായി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥ. പണം നൽകി കുപ്പിവെള്ളം വാങ്ങേണ്ട ഗതികേട്. ചില ദിവസങ്ങളിൽ സമീപ പ്രദേശത്തെ കടകളിൽ പോലും കുപ്പിവെള്ളം തീരും. പിന്നെ കിലോമീറ്ററുകൾ താണ്ടി വേണം പണം കൊടുത്തു പോലും വെള്ളം വാങ്ങാൻ. ഞങ്ങൾക്കിവിടെ കുടിവെള്ളമില്ല. 2-3 മാസം കൊണ്ട് കിട്ടുന്ന വെള്ളം വെറും കലക്കൽ വെള്ളമാണ്. ഇവിടെ വാട്ടർ അതോറിറ്റിക്കാരായിട്ട് നമുക്ക് കുടിവെള്ളം വണ്ടി കൊണ്ടുവന്നു. നമ്മളത് തടഞ്ഞു കഴിഞ്ഞ് നടക്കുന്ന പ്രശ്നങ്ങളാണിത്. പക്ഷെ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിഞ്ഞ വെള്ളം കിട്ടണം. ഈ അപ്പുറത്തോട്ട് മാറി ജപ്പാൻ കുടിവെള്ളം നല്ല ഫോഴ്സിൽ തെളിഞ്ഞ വെള്ളം കിട്ടുന്ന ഒരു പമ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാൾവ് ഒന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ ഇത് തീരാവുന്നൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് പ്രസിഡൻറ്റോ മെമ്പറോ ഇതിന് ആക്റ്റീവ് ആകുന്നില്ല. മാസങ്ങളായി അനുഭവിക്കുന്ന ദുരിതം പ്രശ്നം പരിഹരിക്കുന്നതിൽ ജല അതോറിറ്റി ഗുരുതര അനാസ്ഥയാണ് കാട്ടുന്നതെന്ന് നാട്ടുകാർ. പലതവണ പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റിക്കും MLAക്കും കളക്ടർക്കും പരാതി നൽകി. ഒരു പരിഹാരവുമില്ല. ഗതികെട്ട് ചെളി കലർന്ന വെള്ളം ഉപയോഗിച്ചതോടെ കുട്ടികളടക്കമുള്ളവർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി. വിലയ്ക്കാണ് ഞങ്ങളിപ്പോൾ വെള്ളം മേടിച്ച് ഉപയോഗിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കുളിക്കാൻ പോലും ഇത് ഉപയോഗിക്കാം. യൂണിഫോം കഴുകാൻ പറ്റത്തില്ല. വെള്ള യൂണിഫോം കഴുകാൻ ഇത് ഒരു കാരണവശാലും പറ്റത്തില്ല. ഞങ്ങൾ അധികാരികളെ ഇതെല്ലാം എത്തിച്ചിട്ടും അവർ ഒരു നടപടിയും എടുക്കുന്നില്ല. അവർ പറയുന്ന ചെള്ള വെള്ളം കുടിച്ചാൽ മതി എന്ന് തന്നെയാണ് അവർ തീർത്തും പറയുന്നത്. എന്തുകൊണ്ട് പൈപ്പിലൂടെ ചെളിവെള്ളം വരുന്നു എന്ന് വ്യക്തമാക്കാനോ എന്ന് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് പറയാനോ ബന്ധപ്പെട്ട അധികാരികളും തയ്യാറല്ല. കടലിനും കായലിനും ഇടയിൽ താമസിക്കുന്ന പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം വളരെ വലുതാണ്. വരും ദിവസങ്ങളിൽ വേനൽ കടുക്കും, ദുരിതവും ഇരട്ടിയാകും. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ തീരദേശ നിവാസികളോട് കാണിക്കുന്നത് കൊടിയ ക്രൂരതയാണ്. മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ചുറ്റിനും വെള്ളമുണ്ടായിട്ടും ഒരു തുള്ളി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആറാട്ടുപുഴ തറയിൽ കടവുകാർക്ക്. പലതവണ പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റിയിലും MLAക്കും കളക്ടർക്കും ഒക്കെ ഒരു പരാതി കൊടുത്തിട്ടും ഒരു പരിഹാരവും ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത്. പ്രശ്നം പരിഹരിക്കുന്നതിൽ ജല അതോറിറ്റി ഗുരുതരമായ വീഴ്ചയാണ് കാണിക്കുന്നത്. നാട്ടുകാരുടെ പ്രതികരണങ്ങൾ നിങ്ങൾ കേട്ടു നോക്കുക. 2 അംഗനവാടിയിൽ അവർ വീടുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു അംഗനവാടി ഇവിടെ ഞങ്ങൾ സമരം ചെയ്ത് കഴിഞ്ഞാൽ അവർ പൂട്ടിയായിരുന്നു. അവർ പറയുന്നത് ഈ വെള്ളം കുടിച്ച് ആരും മരിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഈ വെള്ളം തന്നെ കുടിച്ചാൽ മതിയെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് യൂണിഫോം പോലും കഴുകാൻ വയ്യ, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, സ്കൂളിൽ പോലും പോകാൻ പറ്റത്തില്ല. ചെളി കലർന്ന വെള്ളം, കട്ട ചെളിയാണ് വരുന്നത്. വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. കുടിക്കാൻ യോഗ്യതയല്ലേ ഈ വെള്ളം. ഈ വെള്ളം വെച്ച് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കക്കൂസിൻ്റെ അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അതേ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാം അറിയാം. പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും ഈ വാർഡിൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ പോയി പരാതി കൊടുത്ത് 100 ആൾ ഒപ്പിട്ട് പരാതി കൊടുത്ത് ആ പരാതി പ്രകാരം അവർ പറയുന്നത് ഞങ്ങളിതൊന്നും ചെയ്യത്തില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ മേൽത്തട്ട് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഇത് ചെയ്യാൻ അധികാരമുള്ളെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഇത്രയും പരാതി പറഞ്ഞിട്ടും ഒരു അധികാരികളും ഇതിന് നേരെ കണ്ണു തുറന്നിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ദിനേശ് ഹരിപ്പാടിൻ്റെ അഭിപ്രായം പറയാം. ഗുഡ് ഈവനിങ് SK. ഗുഡ് ഈവനിങ്. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിൻ്റെ പണി 24ൻ്റെ ഇടപെടൽ മൂലം തകൃതിയായി നടക്കുന്നു. അത് സ്പെഷ്യലായി SK ഒന്ന് അറിയിക്കണമെന്ന് നാട്ടുകാർ എന്നെ കാണുമ്പോൾ പറയുന്നു. താങ്ക്സ് ടു 24 എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. നമുക്ക് നന്ദി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യം കൃത്യമായി നടന്നാൽ മതി.